എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് നല്ല അടിപൊളി ഗുലാബ് ജാം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല സ്വീറ്റ് റെസിപ്പി. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ, ഫ്ലോപ്പ് ആവത്തേ ഇല്ല. അപ്പോൾ ഞാൻ ഒരു 5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കയറ്റി വെച്ചിട്ട് ആ ബ്രൗൺ കളർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാട്ടോ. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ബ്രൗൺ ഭാഗം ഞാനൊരു ടിന്നിലാക്കിയിട്ട് മാറ്റി വെക്കുവാന്ന്. അപ്പോൾ അത് നമുക്ക് ബ്രെഡ് ക്രംസിനായിട്ട് എടുക്കാമല്ലോ, കളയണ്ട. അപ്പോൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പാല് ഒഴിക്കാവുള്ളൂ, കൂടി പോവരുത്. ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല ടൈറ്റായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ കുറച്ച് എണ്ണ നമ്മുടെ കയ്യിൽ തടവിന് നല്ല രീതിയിലൊന്ന് ബോൾസാക്കി എടുക്കണം കേട്ടോ. ഇതിൻ്റെ മുകളിൽ അങ്ങനെ വിള്ളലൊന്നും വരാത്ത രീതിയിൽ വേണം ബോൾസാക്കി എടുക്കാനായിട്ട്. എന്നിട്ട് എണ്ണയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലൊന്ന് ഇങ്ങനെ ഇളക്കി വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഭാഗം ഇങ്ങനെ കരിഞ്ഞു പോവും. അപ്പം ഇതുപോലെ ഈ രീതിയിൽ ഗോൾഡൻ ബ്രൗൺ കളറാവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇത് മാറ്റി വെക്കാം കേട്ടോ. മാറ്റി വെച്ച ശേഷം നമുക്ക് പിന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി വേറൊരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും ഏലക്കയും കൂടി ചേർത്തിട്ട് ഷുഗർ സിറപ്പാക്കി എടുക്കണം. അപ്പം ഒരു 2-3 തള തിളച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മളൊന്ന് കൈവച്ചൊന്ന് നോക്കണം കേട്ടോ. ഒരു പരുവോ ഒന്നും ആവണ്ട. ഒന്ന് നല്ലൊരു കൊഴുകഴാന്നിരിക്കുമല്ലോ, ആ ഒരു രീതിയിൽ എടുക്കണം കേട്ടോ. ഒന്ന് കട്ടിയായി വരുമ്പം എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ ബോൾസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് അടച്ച് ഒരു 30 മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ. ഈ ബോൾസിൽ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് വരണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അടിച്ച് വെക്കുന്നത്. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗുലാബ് ജാം. അപ്പോൾ കടയിലൊന്നും പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല, സൂപ്പർ ടേസ്റ്റാണ്. കടയിൽ നിന്ന് നമ്മൾ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇപ്പം തന്നെ ന്യൂ ഇയർ ആയിട്ട് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.